പ്രിയദർശിനി സൗജന്യ ബസ് സർവീസിൽ സ്ത്രീകൾക്കുള്ള ടിക്കറ്റ് പുരുഷന്മാർക്ക് കൊടുത്ത് ഒരു കണ്ടക്ടറുടെ വെട്ടിപ്പ്. നമ്മളെല്ലാവരും ഈ പ്രിയദർശിനി ബസ് ആദ്യമായി അതിന്റെ സർവീസ് ആരംഭിച്ചപ്പോൾ പറഞ്ഞിരുന്ന അല്ലെങ്കിൽ കണ്ടിരുന്ന കുറേയേറെ ട്രോളുകളുണ്ട്. പുരുഷന്മാർ സൗജന്യ യാത്ര കിട്ടുന്നതിന് വേണ്ടി സ്ത്രീകളുടെ വേഷം ധരിച്ചെത്താം, ബുർക്ക ധരിച്ചെത്താം, പർദ്ദ ധരിച്ചെത്താം. ഇങ്ങനെയൊക്കെ വരുമ്പോൾ പുരുഷന്മാരാണ് എന്ന് മനസ്സിലാക്കാതെ തന്നെ സ്ത്രീകളാണ് എന്നുള്ള ധാരണയിൽ സീറോ ടിക്കറ്റിൽ അവർക്ക് യാത്ര ചെയ്യാം. ഇങ്ങനെയുള്ള ഒരുപാട് ട്രോളുകൾ ആ സമയത്ത് രസകരമായ രീതിയിൽ ഇറങ്ങിയിരുന്നു. എന്നാൽ അത് സംഭവിച്ചിരിക്കുകയാണ്. പക്ഷെ സംഭവിച്ചിരിക്കുന്നത് എന്താണ് എന്ന് വെച്ചാൽ യാത്രക്കാർ പോലും അറിയാതെ അവർക്ക് സീറോ ടിക്കറ്റ് നൽകി, പുരുഷന്മാരായ യാത്രക്കാർക്ക് സീറോ ടിക്കറ്റ് നൽകി ഒരു കണ്ടക്ടർ വളരെ വിദഗ്ധമായി പൈസ വെട്ടിച്ചിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ പ്രിയദർശിനി സർവീസുകളിൽ ചിലയിടങ്ങളിൽ സാമ്പത്തിക വെട്ടിപ്പ് നടക്കുന്നതായി പരാതികൾ പുറത്തുവരുന്നു. വനിതാ യാത്രക്കാർക്കുള്ള സീറോ ടിക്കറ്റ് പുരുഷ യാത്രക്കാർക്കും നൽകിയാണ് വെട്ടിപ്പ്. ഇവരിൽ നിന്നും ഈടാക്കുന്ന പണം ജീവനക്കാരുടെ പോക്കറ്റുകളിലേക്ക് സുഖമായി പോകുന്നു. ചില സംഭവങ്ങളിൽ യാത്രക്കാർ പരാതിപ്പെട്ടു. ഇതിനെ തുടർന്ന് അന്വേഷണവും നടപടിയും ഒക്കെ തുടങ്ങിയിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ. പരാതി പിൻവലിപ്പിക്കാനും രാഷ്ട്രീയ ഇടപെടലിലൂടെ ഒത്തുതീർപ്പാക്കാനുമുള്ള ശ്രമങ്ങളും തുടങ്ങിയിട്ടുണ്ട്. യാത്രക്കാർ ടിക്കറ്റ് ശ്രദ്ധിക്കാറില്ല. ഇത് മുതലെടുത്തിട്ടാണ് പുരുഷന്മാർക്ക് സീറോ വാല്യൂ ടിക്കറ്റ് നൽകുന്നത്രേ. പിടികൂടിയ ഒരു കേസിൽ തമിഴ്നാട് സ്വദേശിയാണ് പരാതിക്കാരൻ. ഇയാൾ ആലുവ പറവൂർ റൂട്ടിൽ യാത്ര ചെയ്തിറങ്ങിയ ശേഷമാണ് തനിക്ക് ലഭിച്ചത് വനിതകൾക്കുള്ള സൗജന്യ യാത്രാ ടിക്കറ്റ് ആണ് എന്ന് മനസ്സിലാക്കിയത്. ഉടൻ KSRTCയുടെ ഓപ്പറേറ്റിംഗ് കൺട്രോൾ സെന്ററിലേക്ക് ഇമെയിൽ മുഖാന്തരം പരാതി നൽകി. അന്വേഷണം നടന്നപ്പോൾ സംഭവ സമയത്ത് ബസ്സിൽ തിരക്കായിരുന്നുവെന്നും കാഴ്ച കുറയുന്ന പ്രശ്നമുള്ളതായും താൽക്കാലിക ജീവനക്കാരനായ കണ്ടക്ടറുടെ മറുപടി. ടിക്കറ്റ് റിപ്പോർട്ട് പരിശോധിച്ചതിൽ 34 യാത്രക്കാർ മാത്രമാണ് ആ സമയം ബസ്സിലുണ്ടായിരുന്നത്. കണ്ടക്ടർ സാമ്പത്തിക ലാഭം ഉണ്ടാക്കി എന്ന അന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ ഉന്നത അധികൃതർക്ക് ലഭിച്ചിരിക്കുന്നത്. മറ്റൊരു കേസുണ്ട്. അത് എറണാകുളം ഗുരുവായൂർ റൂട്ടിലായിരുന്നു. ഒരു യാത്രക്കാരൻ തനിക്ക് ലഭിച്ചത് സൗജന്യ ടിക്കറ്റ് ആണ് എന്ന് പറഞ്ഞതോടെ കണ്ടക്ടർ ആ ടിക്കറ്റ് തിരിച്ചു വാങ്ങുകയും മെയിൽ ടിക്കറ്റ് നൽകുകയും ചെയ്തു. ആ സമയം പരാതിക്കാരനായ യാത്രക്കാരൻ നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റേതും വനിതാ സൗജന്യ ടിക്കറ്റ് ആയിരുന്നു. കണ്ടക്ടറുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നി ബസ് ഇറങ്ങിയ ശേഷം KSRTC കൺട്രോൾ സെന്ററിലേക്ക് പരാതി നൽകി. കണ്ടക്ടറുടെ ബാഗ് വൈകിട്ട് അധികൃതർ പരിശോധിച്ചപ്പോൾ അധികമായി 135 രൂപ കണ്ടെത്തിയത്രേ. എന്തായാലും പൊന്നാനി ഡിപ്പോയിൽ നിന്ന് പാലക്കാട്ടേക്കുള്ള ബസ്സിൽ 8 ഇതര സംസ്ഥാനക്കാരായ പുരുഷ വിനോദസഞ്ചാരികൾക്ക് വനിതാ സൗജന്യ ടിക്കറ്റ് നൽകിയ സംഭവം നടന്നിട്ടുണ്ട്. അതിലും കണ്ടക്ടറെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. എന്തൊക്കെയായാലും ശരി, ട്രോളിനേക്കാളും മേലെയാണ് നമ്മുടെ കണ്ടക്ടർമാരുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കണ്ടക്ടർമാരുടെ തട്ടിപ്പ് വിദ്യകൾ എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്തായാലും KSRTCയിൽ ഒരു പരാതി കൊടുത്താൽ ആ പരാതി വേണ്ടുവണ്ണം പരിഹരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് പരിഗണിക്കുന്നുണ്ട് എന്നും കൂടി അറിയുമ്പോൾ അതും സന്തോഷമാകുന്നു. എന്തായാലും എല്ലാ പുരുഷ യാത്രക്കാരും നിങ്ങളുടെ ടിക്കറ്റുകൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ടിക്കറ്റ് എന്നൊക്കെ കുറ്റം പറയുന്ന സമയത്ത് സ്വന്തം ടിക്കറ്റിന്റെ പേര് സ്വന്തം പോക്കറ്റ് കാലിയാക്കുന്ന പരിപാടികൾ നടക്കുന്നുണ്ടോ എന്നുകൂടി ശ്രദ്ധിക്കുക. ന്യൂസ് ഡെസ്ക് കർമ്മ.